കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനു നേരെ പരിമിതമായ ആക്രമണം നടത്തുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് പരമാവധി 15 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും അതിനിടെ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നും പറഞ്ഞു. ഈ വാരാന്ത്യത്തിൽ ഇറാനെ ആക്രമിക്കാൻ സന്നദ്ധമാണെന്ന് US സൈന്യം വൈറ്റ് ഹൌസിനെ അറിയിച്ചതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി രൂക്ഷമായിരിക്കുകയാണ്. ഒന്നെങ്കിൽ കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് കാര്യങ്ങൾ ദൗർഭാഗ്യകരമാകുമെന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ ബോർഡ് ഓഫ് പീസ് സമ്മേളനത്തിലും ഇറാൻ അർത്ഥവത്തായ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ 10 ദിവസത്തിനകം എന്തു നടക്കുമെന്ന് കാണാമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതാണിപ്പോൾ 15 ദിവസമെന്ന് പറഞ്ഞിരിക്കുന്നത്. സൈനിക നടപടി ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ തങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ടെന്നും UN-ലെ ഇറാൻ സ്ഥാനപതി അമീർ സയ്യിദ് ഇറാവാനി പ്രസ്താവിച്ചു. UN സെക്രട്ടറി ജനറലിനും രക്ഷാസമിതി അധ്യക്ഷനും അയച്ച കത്തിലാണ് ഇറാവാനി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാനെ ആക്രമിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ താവളങ്ങൾ US-ന് വേണ്ടി വന്നേക്കാമെന്നും ട്രംപിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റും കത്തിൽ പരാമർശിച്ചു. അതേസമയം വരുന്ന 3 ദിവസത്തിനുള്ളിൽ ആണവ കരാറിന്റെ കരട് തയ്യാറായേക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. US പ്രസിഡന്റ് ആക്രമണോത്സുക പ്രസ്താവന വലിയ അപകടത്തിന്റെ സൂചനയാണെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ മേഖലയ്ക്ക് മാത്രമല്ല അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും ഇറാവാനി ചൂണ്ടിക്കാട്ടി. സൈന്യത്തെ ഉപയോഗിച്ചുള്ള ഇത്തരം നിയമവിരുദ്ധ ഭീഷണികൾ തടയാൻ രക്ഷാസമിതിയോട് ഇറാൻ ആവശ്യപ്പെട്ടു. സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണമാണ് ഇറാൻ കാംക്ഷിക്കുന്നതെന്നും നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് സന്നദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ചിന്തിക്കാൻ പോലുമാകാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഭീഷണി മുഴക്കി. സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേൽ സൈനികർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ 2025 ജൂണിലെ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ കക്ഷി ചേർന്ന അമേരിക്ക ഇറാനെ ആക്രമിച്ചിരുന്നു. അതിന് മറുപടിയായി ഖത്തറിലെ US-ന്റെ അൽ ഉദൈദ് വ്യോമത്താവളത്തിലേക്ക് ഇറാൻ മിസൈൽ അയക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്. ചൊവ്വാഴ്ച ജനീവയിൽ നടന്ന 2ാം-വട്ട ചർച്ചയിൽ ഒരു കരട് രൂപരേഖ തയ്യാറാക്കിയ US-ഉം ഇറാനും 3ാം-വട്ട ചർച്ചയിൽ അന്തിമ കരാറിന് രൂപം നൽകാൻ ഒരുങ്ങുകയാണ്. ആണവ കരാർ സംബന്ധിച്ച ട്രംപിന്റെ അന്ത്യശാസനം, US സൈന്യത്തിന്റെ സന്നദ്ധത, ഇറാനോടുള്ള ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്, ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണ ഭീഷണി എന്നിവയെല്ലാം പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ്. ഈ വാരാന്ത്യത്തിൽ തന്നെ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം പൂർണ്ണസജ്ജമാണെന്ന് പെന്റഗൺ വൈറ്റ് ഹൌസിനെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. 2018 അമേരിക്ക പിന്മാറിയ ആണവ കരാറിന് പകരമായി ഒരു പുതിയ ഉടമ്പടിയിലെത്താൻ ഇറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ഇവയെല്ലാം ഇറാനെതിരെ ഒരു യുദ്ധസന്നാഹത്തിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നവയാണ്. അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇറാനും നടത്തിയിട്ടുണ്ട്. മേഖലയിലെ US സൈനിക താവളങ്ങളെ തകർക്കാൻ ശേഷിയുള്ള വൻ മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമുണ്ട്. കൂടാതെ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള തങ്ങളുടെ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ ടെഹ്റാൻ ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടക്ക് അടച്ചുപൂട്ടുക എന്നതായിരിക്കും ഇറാന്റെ ഏറ്റവും വലിയ നീക്കം. നിലവിൽ മേഖലയിലെ US താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്താനുള്ള ശേഷി ഇറാനുണ്ട്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ട മിഡിൽ ഈസ്റ്റ് മറ്റൊരു രക്തരൂക്ഷിതമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത ഏതാനും ദിവസങ്ങൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.